ഹായ് ഗൈസ്, ഇന്നലെ അല്ല, ഇന്ന് രാവിലെ അല്ലേ? നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇന്ന് രാവിലെയാണ്. അതെ, ഇന്നലെ തൊപ്പിയൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ലൈവ് വരും. അത് കഴിഞ്ഞിട്ട് നാളെ ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത് നാളെ ഇടും. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും തെറി വിളിയും ഇതുവെല്ലാം വരും എന്ന് എനിക്കറിയാം. കാരണം കുറേ എന്താന്ന് ഞാൻ കുണ്ടൻ പിന്നെന്തൊക്കെയാ വെള്ളം, ഡ്രഗ് യൂസ്, പല സാധനങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഡ്രഗിൻ്റെ ഞാൻ ഇപ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി. ഓൻ ഓപ്പൺ ചാലഞ്ച് നടത്തിയ കാര്യമാണ് ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഉറങ്ങിയിട്ട് പോലുമില്ല, ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഇത് ജാസിയും ചെയ്യുന്നുണ്ട്. ജാസിക്കും അങ്ങനെ ഒരു അലിഗേഷൻ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിവൃത്തിയില്ലടാ. അതെ, ഇത് ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കും. അതെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പൈസയോ പവറോ ഫെയിമോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സത്യം നിങ്ങളെ കാണിച്ച് മാത്രമേ മനസ്സിലാക്കി തരാൻ വേണ്ടി പറ്റൂ. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കണം. കാരണം എൻ്റെ വണ്ടി എന്നാണ് പറയുന്നത്, ഓൻ്റെ വണ്ടി എൻ്റെ പേരിലാണ് ഓൻ രജിസ്റ്റർ ചെയ്തത് ബിനാമിയായിട്ട്, എന്നെ പറ്റി ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും. കാരണം ഓൻ്റെ ആദ്യത്തെ വണ്ടി പോയത് MDMA കേസിലാണ് ഓൻ്റെ ആദ്യത്തെ വണ്ടി പോയത്. അപ്പം ഈ വണ്ടിയും ഓൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ തലയിലിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ കുടുങ്ങും. മനസ്സിലായോ? മുൻകൂട്ടി നമ്മൾ സ്റ്റേഷനിൽ പോയിട്ടൊന്ന് പറയും. അതെ, ഞാനിപ്പോൾ ഒരു പരാതി കൊടുക്കും. എൻ്റെ വണ്ടി കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പരാതി കൊടുക്കും. അത് ഞങ്ങൾക്ക് ഓൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടല്ല ഗൈസ്. ഈ പറഞ്ഞ പോലെ നാളെ ഓൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് എൻ്റെ തലയിൽ ഇതുണ്ടാവും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുക്കുക. നമുക്ക് ഡ്രഗ് എന്തെങ്കിലും നാളെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതാക്കരുത്, നമ്മുടെ കൈമിൽ വണ്ടി ഇല്ല എന്നുള്ള രീതിയിൽ. അതെ, കാരണം നാളെ ഓനെ ഇല്ല് കഞ്ചാവോ ഈ പറഞ്ഞ MDMA ഓൻ കിടത്തിയിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ പേരിൽ ഷമീറാന്ന് കിടത്തിയത്, ഷമീറിൻ്റെ ആ വണ്ടി ശരിക്കും എനിക്കൊന്ന് എന്നെന്ന് തോന്നുന്നു എൻ്റെ പ്ലാനിങ്. പിന്നല്ലാണ്ട് കാരണം വണ്ടി എന്തോ ഞാനാ പറയുന്നത്. ഒരു 5 ദിവസം മുമ്പ് വരെ റാംബോ സ്റ്റോറി ഇട്ടപ്പോൾ അതിലുണ്ട് ഇവൻ്റെ വണ്ടി. റീലുണ്ട്, റീലോ സ്റ്റോറിയോ എന്തിലും ഉണ്ട്. അത് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ എങ്ങനെ ഈ പച്ചക്കളവ് പറഞ്ഞ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അറിയില്ല കേട്ടോ. നമ്മളെന്തായാലും അങ്ങനെയല്ല. ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് അറിയുണ്ടാവും, വരാൻ പോകുന്ന ലൈവ് നമ്മളങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ തെളിയിക്കും. നമ്മളെ നിരപരാധിത്വം തെളിയിക്കാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാരോ ഈ ഫെയിമോ ഇവൻ പറയുന്ന പോലെ കുറേ ആൾക്കാരെ ബലോ പിടിപാടോ പൈസയോ അതൊന്നും നമുക്കില്ല. നമ്മൾ സാധാരണക്കാരാണ്, മനസ്സിലായി? അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നമുക്കൊന്നുമില്ല. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എൻ്റെ നിരപരാധിത്വം നമുക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. അത്ര മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. മമ്മ വന്നോ? മമ്മ നാട്ടിൽ പോയിട്ട് വന്നു. എന്താ കഴിഞ്ഞോ? നീ പോയിട്ട് വന്നാ? ഒന്നുമില്ല. മമ്മ വന്നിട്ടുണ്ട്. മമ്മ വീടിന്റെ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ എത്തിയിട്ടുണ്ട്. അതെ, എന്താ മീശ പോണോ? ചിരിക്കാവുന്ന പറ്റിയ അവസ്ഥയിലല്ല മുത്തേ. വീട്ടിൽ പോവാ? നീ വീട്ടിൽ പോയിക്കോ, നമുക്ക് കുറച്ച് പണിയുണ്ട്, ടെസ്റ്റും കാര്യങ്ങളിലുണ്ട്. ഒന്ന് പോയാട്ടേടാ, വിടാം. ഇതായിട്ടുള്ളൂ അവൻ്റെ ചായ വന്നാട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ബസ്സിൽ കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. അവിടെ കയറിയിട്ടുണ്ട് ഗൈസ്. ബസ്സിൽ വെച്ചിട്ട് 3-4 ആൾക്കാരെ കിട്ടിയതാ. എന്താടാ അത്രേ ഉള്ളൂ. ഇവരെങ്കിലും മതി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മള് എവിടെയാണ് ഇത്? തൃപ്പൂണിത്തറ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലാബ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുക. ബസ് കുറച്ച് മുമ്പോട്ടായിട്ടാണ് നിർത്തിയത്. അപ്പോൾ ഒരു 500 മീറ്റർ നടക്കണം. അപ്പോൾ ആദ്യം ലാബ് ടെസ്റ്റ് നടത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണിച്ചു തരാം. മെട്രോപോളിസ് നാറ്റം പറഞ്ഞിട്ടാണ് നമ്മൾ അപ്പോളോയിൽ പോകാനാണ് നിന്നത്. പക്ഷേ അപ്പോളോയിൽ വിളിക്കുമ്പോൾ എന്തോ ഇംഗ്ലീഷോ ഹിന്ദി എന്നെല്ലാം ചോദിച്ചാൽ അവരാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് കണക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമ്മൾ മറ്റേ ഇതൊക്കെ എന്താ പിൻകോഡെല്ലാം ചോദിച്ച് പിൻകോഡെല്ലാം പറഞ്ഞുകൊണ്ട് ഏതോ ഹിന്ദിക്കാരനോ ഡൽഹിയിൽ ആരോ ഉള്ള ആളെ ഫോൺ എടുത്തത്. 2 അപ്പോളോയിൽ വിളിച്ചു. പക്ഷേ
നമുക്ക് എങ്ങനെയെങ്കിലും ലാഭം പോകണം, അത്രേ ഉള്ളൂ. മെട്രോപോളിസാണ് അത്, ഇങ്ങനത്തെ വിശ്വസിക്കാൻ പറ്റും എന്താ അറിയില്ല. എന്തായാലും നമ്മൾ പോയി നോക്കും ഗൈസ്. പിന്നെ നമ്മളെ ഈ പറഞ്ഞ പോലെ അവൻ്റെ കയ്യിലുള്ള അത്ര പൈസ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെല്ലാം പോയി ചെയ്താലേ നമുക്ക് പറ്റും. അവൻ്റെ കയ്യിൽ കുറേ ആൾക്കാരും സ്വാധീനം ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഓനക്ക് ഇടുന്നും ഈ ടെസ്റ്റും ഇതെല്ലാം ചെയ്യാനും അതെല്ലാം ആക്കാനെല്ലാം ഓനെ കൊണ്ട് പറ്റും. അതുകൊണ്ട് ഓനെങ്ങനെയെല്ലാം ചെയ്യട്ടെ, എന്ത് പറയാനും ഇതാക്കാനും എല്ലാം പറ്റും. നമ്മൾക്ക് അതൊന്നും പറ്റൂല. പക്ഷെ ഒരു കാര്യം ഇതങ്ങനെ ആയിപ്പോയി, നമ്മള് സാധാരണക്കാരായിപ്പോയി. അപ്പൊ നമുക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റും. ഈ ലെവൽ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മുമ്പണ്ടി വന്നത്. ഇല്ലെങ്കിൽ അത്രയും പിടിപാടും കുറച്ച് പൈസ ഉണ്ടെങ്കിലില്ലേ ഈ വർത്താനം പോലും നമ്മുടെ ഇങ്ങനെ നടക്കൂലേനും. നമ്മളൊക്കെ ഓനെ ഇത് ചെയ്തു എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഓനെ പേടിക്കുന്ന ഒരാളെ ഒന്നുമില്ല. നമ്മള് ഒറ്റ കാര്യമുള്ളൂ ഗൈസ്, സത്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ടാണല്ലോ നമ്മള്. അതിനു വേണ്ടി ഈ കള്ളൻ അല്ലെങ്കിൽ ഈ പെണ്ണുപിടിയൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല ഇതുമുണ്ട്, മനസ്സിലായോ? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ, ചെറിയ പൊമ്പിള്ളറെ കണ്ടു കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള പൊമ്പിള്ളറെ കണ്ടു കഴിഞ്ഞാൽ സാമാനം പൊന്തുന്ന ഈ തൊപ്പി എന്ന് പറഞ്ഞ ഇവനുണ്ടല്ലോ, ഇവൻ്റെ റിയൽ സ്വഭാവം കാണിക്കണം. കാരണം എൻ്റെ വീട്ടിലൊരു പെങ്ങളുണ്ട്, ഇവൻ്റെ വീട്ടിലൊരു പെങ്ങളുണ്ട്, നമുക്കും ഉമ്മയുണ്ട്, നമുക്കും ഈ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ബോധിപ്പിക്കാനെങ്കിലും നമുക്കിത് ചെയ്തേ പറ്റൂ. ഇങ്ങനെ അല്ലെങ്കിൽ അവരെങ്കിലും അറിയണം ഇവൻ ഇങ്ങനെയുള്ളൊരു നാറിയായിരുന്നു. നാളെ ഒരു പെണ്ണോ ചെറിയ പൊമ്പിള്ളേരോ ഇവൻ്റെ അടുത്ത് പോകുമ്പോൾ അറിയണം ഇവൻ ആരായിരുന്നു, ഇവന് എങ്ങനത്തോനാണ് നിങ്ങൾ അറിയണം. നമ്മൾ അവൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. അപ്പോൾ വലിയ നന്മ മരം കളിച്ചിട്ടടാ ഒന്നും ചെയ്തില്ല, ഞാൻ വലിയ നല്ലോനാണ് എന്നുള്ള സംഭവമല്ലടാ. നമ്മളെടുത്താലും ഫാൾട്ടുകളും കാര്യങ്ങളൊക്കെ വന്നു പോകൂടാ. നമ്മൾ ഈ പറഞ്ഞ ഇതുപോലത്തെ ഒന്നും ചെയ്തില്ല. നമ്മൾ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഒരാളെ ചീത്ത വിളിക്കും, ഈ പറഞ്ഞ പോലെ നിന്നെ കൊല്ലുവിടാന്നെല്ലാം പറയുമായിരിക്കും. അതിന്റെ പുറത്ത് സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെല്ലാം എന്തെല്ലാം തെറ്റുകൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്യോ അതെല്ലാം നമ്മൾ ചെയ്യും. അല്ലാതെ ഇതുപോലത്തെ ഒരു തെറ്റുകളൊന്നും നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടുമില്ല. അത് ചെയ്യാനുള്ള മനക്കട്ടിയോ അതിനുള്ള മനസാക്ഷിയോ നമുക്ക് ഇല്ലേം താനും. മനസ്സിലായോ? ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും കഴിച്ചു. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിയൂല സാധനം കാര്യങ്ങൾ. അതെ, അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിയണം. ഈ ലൈവ് കഴിഞ്ഞ് കാണുമ്പോ നിങ്ങൾക്ക് ഇതെല്ലാം തിരിയാൻ ചാൻസ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ചീത്ത വിളിക്കും, തെറി വിളിക്കും, പല ആരോപണങ്ങൾ പറയുകയും ചെയ്യും. അത് ഞങ്ങൾക്കറിയാം. അത് കാരണം കൊണ്ട് തന്നെ പറയുന്നത്. ഏത് ദിവസം നമ്മൾ ഇറങ്ങിയിട്ടുള്ള വെച്ചാല് നീ ആദ്യം ലൈവ് ഇട്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിന്റെ അന്ന് രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ കയ്യില്ലല്ലോ ഗൈസ്, ഞാൻ എങ്ങനെ കരയാൻ പോലും കഴിയില്ലല്ലോ. കരയാനും കഴിയില്ല, ആത്മഹത്യ ചെയ്യാനും കഴിയില്ല. കാരണം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനുള്ള ഇത് വരണം. ഈ നിരപരാധിത്വം തെളിയിക്കാണ്ട് നമ്മൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അത് നാളെ നമ്മൾ ഉപ്പാക്കും ഉമ്മാക്കും പെങ്ങൾക്കും ഓള് മംഗലം കഴിക്കാൻ പോകുന്ന വീട്ടുകാർക്കും അത് ഇതായിട്ട് വരും. മനസ്സിലായോ? അത് അവർ ചിന്തിക്കും, ഇങ്ങനെ ഒരുത്തൻ്റെ ഇതിലായിരുന്നല്ലോ. അങ്ങനെ അവർ ചിന്തിക്കും. എൻ്റെ പെങ്ങളൊരു വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവർ വിചാരിക്കും ഇവളെ ഏട്ടൻ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെ എനിക്ക് മരിക്കണ്ട. മനസ്സിലായോ? ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആണായിട്ട് ഞാൻ മരിക്കും. അല്ലാണ്ട് ഇതേപോലെ ഇങ്ങനെ ഞാൻ മരിക്കൂല. അതുകൊണ്ട് അത് ഞാൻ ഉറപ്പിച്ച കാര്യം. 3 മണിക്ക് ഉമ്മ വിളിച്ചടാ, 3 മണിക്ക് വീട്ടുകാരും കുടുംബക്കാരും എന്നോടെന്താ പറഞ്ഞല്ലോ ഗൈസ്. എനിക്കൊരു 10-15 ആൾക്കാർ എൻ്റെ മോഡ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ലൈവിൻ്റെ ഇതെല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ട്. അവരെല്ലാം ഞാൻ ഇന്ന് ഗ്രൂപ്പ് തുറന്ന് നോക്കിയപ്പോൾ അവരെല്ലാം എന്നെ തെറി വിളിച്ചിട്ട് ലെഫ്റ്റായിട്ട് പോയി. 1 രൂപ പോലും കൊടുക്കാണ്ട് എൻ്റെ കൂടെ ഉണ്ടായവരാ. എന്നോട് സ്നേഹത്തിന് വേണ്ടിയിട്ട് മാത്രം എൻ്റെ കൂടെ വർക്ക് ചെയ്തവരാ. അവരടക്കം ഈ പറഞ്ഞ പോലെ 10-14 പേര് തെറിയും വിളിച്ചിട്ട് അവരടക്കം പോയി. മനസ്സിലായി? എന്താ സംഭവം അറിയില്ല. അടുക്ക് ഈ തെറിയും വിളിച്ചിട്ട് പോയി. പിന്നെ എൻ്റെ ഒരു കല്യാണത്തിൻ്റെ കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും തീരുമാനമായി. പിന്നെ ഉപ്പയും ഉമ്മയും വിളിച്ച് വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജീവിതം ഈ പറഞ്ഞ പോലെ കരയാൻ പോലും പറ്റൂല. ഒരു നമ്പായ അവസ്ഥ ഉണ്ടല്ലോ, അതിലാന്നുള്ളത്. മരിക്കാനും പറ്റൂല. കാരണം മരിച്ചു കഴിഞ്ഞാൽ കള്ളനായി മരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ പേരുകൾ ഇട്ടിട്ടുണ്ടല്ലോ, ആ പേരുകളിൽ മരിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ മരിക്കൂല. ഷമീർ അങ്ങനെ മരിക്കൂല. മരിക്കുന്നുണ്ടെങ്കിൽ സത്യം അറിയിച്ച് സത്യം കാണിച്ചിട്ടേ മരിക്കും. മനസ്സിലായോ? അങ്ങനെ മരിക്കും. ഇത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുമെന്നറിയില്ല. ശരി കഴിച്ചു. ഞാൻ അവിടെ ലാബിലെത്തിയിട്ട് ഞാൻ ബാക്കി പറയാം. ശരി ബൈ. വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇത്ര ഒരു 6 മാസം 1 വർഷത്തിൻ്റെ ഇടയിലായിട്ട് ഒന്നും യൂസ് ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അത്രേ ഉള്ളൂ. ഇതാണോ നിങ്ങളെ റിപ്പോർട്ടെല്ലാം അല്ലേ?
പേര് പേരെന്താടാ? മെട്രോപോളിസ് അങ്ങനെ എന്തോ ഇതിൻ്റെ പേര്. ഇതിന്റെ പേരെന്തായിരുന്നു? GMR അല്ലോ. ആ GMR ലാബ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ റിപ്പോർട്ട് കിട്ടട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് കിട്ടുമോ? ഇന്ന് തന്നെ കിട്ടുമോ? ആ ഇന്ന് കിട്ടൂലേ? എനിക്കറിയില്ല, ഇത് ടൈം എടുക്കും. എന്തായാലും വരെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ടെസ്റ്റ് നമ്മൾ എടുക്കുന്നത്. ഇല്ല ഡീറ്റെയിൽസ് ചോദിച്ചാൽ അപ്പം ഇന്ന് അതെന്താ ടൈം എടുക്കാൻ? ഇന്ന് തന്നെ കിട്ടൂലേ? രാവിലെ പോയി വൈകുന്നേരം വരെ എന്നാൽ പറയായിരിക്കും. ആ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിച്ച് ഇനി റിപ്പോർട്ട്. ആ ഇന്ന് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് നോക്കാം. അല്ലെങ്കിൽ വേറെ ലാബ് നോക്കണം, സ്പീഡായിട്ട് കിട്ടുന്നത്. അപ്പോളോ എന്താ നോക്കണം? അടുത്തുണ്ടോ? ഒന്ന് എത്ര? മെട്രോപോളിസ് ഉണ്ടോ? 3 ഇത് മെട്രോപോളിസ് അല്ലേ? ഇല്ല, ഇത് GMR. ആ ഇവരെ ആക്യുറേറ്റ് ആണെന്നല്ല പറയുന്നത്. ഇപ്പം ഇത് കാണിച്ചു ട്രാക്ക് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എവിടെയെന്ന് വെച്ചാൽ അവർ പറയുന്ന സ്ഥലത്ത് നമുക്ക് പോവാം. ചോദിച്ചോ, ഡീറ്റെയിൽസ് പറയട്ടെ. അതെ. അപ്പോൾ ഇത് റിപ്പോർട്ട് കിട്ടിയിട്ട് ബാക്കി പറയാം ഗൈസ്. എടുക്കാം. എന്തൊരവസ്ഥയല്ലേ. എത്ര നേരം ഇരിക്കണം? ഇത് ഇപ്പോൾ എടുത്ത എത്ര സമയത്തിൻ്റെ ഉള്ളിൽ? മെയിൻ ബ്രാഞ്ച് ചെമ്പക്കര. അപ്പോൾ ഇവിടുന്ന് ചെയ്യാൻ പറ്റൂലേ? ഓക്കെ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്ര? വൈകുന്നേരത്തിനുള്ളിൽ കിട്ടൂലേ? പറ്റുമെങ്കിൽ വൈകുന്നേരം തന്നെ. ഭയങ്കര അർജന്റ് ആയിരുന്നു. ഒന്ന് വൈകുന്നേരത്തെ. ഭയങ്കര സീരിയസാ. അപ്പോൾ കിട്ടട്ടെ ഗൈസ്. കിട്ടിയിട്ട് നമുക്ക് നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് കാട്ടായങ്ങളെ കാട്ടിക്കൂട്ടുന്ന അറിയാം. എന്തെല്ലാടാ പറയുന്നത്? ആൾക്കാരാണ് എന്തെല്ലാം പറഞ്ഞ് ഇതാക്കിയോ. ഹൊറർ സ്റ്റോറി എന്താണ് മറ്റേത് ഡാർക്ക് തലയിൽ ഇഞ്ചക്ട് ചെയ്യുന്ന കാര്യമല്ലേ. നമുക്കോടി ബുദ്ധിയില്ല, നമ്മൾ പൊട്ടുപോയി. എടാ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ജസ്റ്റ് നിങ്ങൾ നമ്മളെ ഭാഗത്ത് നിൽക്കണം എന്നല്ല പറയുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് ചിന്തിക്കും, നടുവിൽ നിന്ന് ചിന്തിക്കും, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കും. അല്ല ഇത് ചിന്തിക്കാൻ കഴിയില്ലടാ. അവർ പറയുമ്പോൾ സത്യം, അവർ നോക്കുമ്പോൾ സത്യമല്ലടാ പൊട്ടാ. നമ്മളത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് മൊത്തം ഈ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള തെളിവോ കാണിച്ചില്ലെങ്കിലും വലിയ രീതിയിൽ നിന്റെ കേസ് വിടുക. അന്നേവും മെയിനായിട്ട് പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ കുണ്ടങ്ങൾ ചാലിച്ചു കൊടുത്തതിന് തന്നെ അതുപോലത്തെ സാധനം ഉണ്ടല്ലോ. ഈ പറഞ്ഞ നമ്മളാണ് കിടന്ന് ബാച്ചിലർ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇതായിട്ടുള്ള കാര്യം അതുവരെ എടുത്ത് കാണിച്ച് ഈ പറഞ്ഞ പോലെ മമ്മൂ ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഓൻ ഇടണം. അതില്ലെങ്കിൽ ബാക്കി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കൊണ്ടുവരാമെന്നല്ലോ പറഞ്ഞേ. കുറച്ച് പെതി ഇട്ടിട്ട് ആളെ പൊട്ടനാക്കുന്ന പരിപാടി ഓൻ കുറേ കാലം ചെയ്യുന്നേ. ഓൻ ചെയ്തു വിട്ട് അത് നമ്മളെടുത്ത് നടക്കൂല. അതിൻ്റെ ഫുൾ വീഡിയോ ഓൻ എന്തായാലും ഇട്ട് ഞാൻ കൊണ്ടുവരാമെന്ന് കാണിക്കണം, തെളിയിക്കണം. ഓനത് തെളിയിച്ച് കഴിഞ്ഞാൽ ഞാൻ തൂങ്ങിച്ചാൻ ഞാൻ തയ്യാറാണ്. അത്രയും ഓപ്പണായിട്ട് ഞാൻ പറയുന്നത്. ഞാൻ തൂങ്ങിച്ചാൻ തയ്യാറാണ്. ഓനെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി. ഉണ്ടനാ ഇന്നേവരെ അങ്ങനെ ഒരു പോലും വന്നിട്ടില്ലടാ. ഇവൻ പൊതുവെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആർക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഇവൻ ഒതുക്കി കളയും, സംസാരിക്കും. ഓൻ വിചാരിച്ച് പരിപാടി നമ്മളെടുത്ത് ഇറക്കാന്ന്. മാസ് വേണ്ട ജാസി, നമുക്ക് തെളിവ് കൊടുക്കാം. മാസിൽ ഇത് വേണ്ട. അല്ല ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കോണ് ഞാനൊന്നും ഇന്നേവരെ ഇത്ര ഇതായിട്ട് ടെമ്പറായിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ ജാസിനൊക്കെ കോഞ്ഞാട്ടാകുന്ന രീതിയിൽ എന്താ പറയാ, ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ബാത്റൂമിൽ. അല്ല ഉണ്ടാവും, പക്ഷെ ഞാൻ ഇന്നേവരെ അങ്ങനെ നമ്മളൊന്നും പോലെ ഓപ്പൺ ആയിട്ട് പോലും അതൊന്നും ചെയ്യാത്ത ഒരാളാണ് ജാസി. പക്ഷെ ഓനെ കുറിച്ച് വരെ എങ്ങനെയും പറഞ്ഞു. അതോൻ തെളിയിക്കണം. ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ കേസ് തന്നെ കൊടുക്കും ഗൈസ്. ഇത്രയും ഫേക്ക് അലിഗേഷൻ, എൻ്റെ പെങ്ങളെ കല്യാണം, ഇതെല്ലാം മുടങ്ങി കിടക്കും. നീ നാറി കാരണം മനസ്സിലാവും. കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. അതായത് 6 മാസത്തോളം അതെന്നടാ 3 കൊല്ലായില്ലടാ കേരളത്തിലെ ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ തുടങ്ങിയിട്ട്. മനസ്സിലായി. ഇന്നലെ അടക്കം വന്ന് പൊട്ടനാക്കിയാലും എല്ലാം അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ കുണ്ടംകളി നേരെ ഇട്ട് കൊടുത്തേരം അവർ നേരെ അതിൽ തന്നെ ഫസ്റ്റ് വീണ്. മനസ്സിലായി. അതിൽ തന്നെ മൊത്തത്തിൽ ഓൻ കയ്യിലെടുത്ത്
പിന്നെ ബാക്കി എന്തെല്ലോ പബ്ലിക്കായിട്ട് PC ട്യൂബൊന്നും അവിടെ TV ട്യൂബൊന്നും എത്ര വർഷം മാസ്റ്റർബേഷൻ ചെയ്തു. ഞാൻ പിള്ളേർക്ക് കൊടുത്ത് കൊടുക്കാം. എൻ്റെ ഉമ്മ സത്യമായിട്ട് ഓനാണ് അത് ചെയ്യുന്നത്. മനസ്സിലാക്കി അല്ല ഇവരോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, തെളിവ് കൊടുക്കാണ്ട് പറ്റൂല, നമുക്ക് ഇതാക്കാം. അപ്പോൾ ഇത് റിസൾട്ട് കറക്റ്റ് ഗൈസ് എന്നിട്ട് കാണിച്ചു തരാം. ഗൈസ് ഈ ടെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കിട്ടൂല, 3 ദിവസം എന്തോ എടുക്കുമെന്നാ പറയുന്നത്. അല്ല 3 ദിവസം എടുക്കൂല, 2-3 ദിവസം എടുത്താലേ ഇത് കിട്ടുമെന്നാ പറയുന്നത്. അപ്പോൾ അതെടുത്ത് എന്തായാലും നമ്മൾ എന്തായാലും കാണിച്ചു തരും ഗൈസ്. അതെന്തായാലും നമ്മൾ കാണിക്കേണ്ട പോലെ. അതെവിടെയാ? ലൈവ് ലാബ് ഒന്ന് നോക്കടാ അത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ 3 ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര ഏകദേശം ഒരു 5000 വരാം. ഇല്ല മന്ത് കുറയുമ്പോ ഇത് കുറയോ? എമൗണ്ട് കുറയോ? ആ 6 മാസം ഇതല്ലേ വാലിഡിറ്റി അല്ലേ? ഓക്കെ ഉറപ്പാ. എന്നൊന്ന് വിളിച്ചോളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. ഇവിടെ 3 ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം അത് 3 ദിവസം ഡിലേ ആയാൽ നമ്മൾ കള്ളന്മാരാണെന്നും സ്ക്രിപ്റ്റാണെന്നെല്ലാം പറഞ്ഞ കളി. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ കിട്ടണം, മനസ്സിലാ? ഇന്ന് തന്നെ നമുക്ക് നോക്കാം. എടി ലൈവ് എന്നാറ്റം പറഞ്ഞിട്ട് എന്താടാ അസ്പാക്കെ? ഇതാ നമ്മൾ വന്ന ഇത് കേട്ടോ, നമ്മൾ വന്ന സ്ഥലം ഇതാ. എന്തായി എവിടെ പോലും വിളിക്കുന്നുണ്ട്. അപ്പോൾ ആടെ ഉണ്ടോ എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് മേടിച്ചാലോ? അതല്ല 3 ദിവസം പോരാ, നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടാവുക. അവിടെ മുട്ട ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നൂടാ ഇവരെന്തിനാ ഇങ്ങനെല്ലാം ഇതെല്ലാം കാട്ടായങ്ങൾ കാണിച്ചിട്ട് വീഡിയോ എടുക്കുന്നു. മുട്ട അവസ്ഥ കൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. എന്തായി കഴിഞ്ഞാലും നമ്മൾ ഈ സാധനം എടുത്ത് ഇതിൻ്റെ പ്രൂഫ് വരുന്നവരെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ പ്രൊട്ടക്ഷനും എടുത്തിട്ട് അതായിരിക്കും ഇന്നത്തെ ഇത് ജസ്റ്റ് നമ്മൾ എടുത്തു വെക്കുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ലൈവിൻ്റെ എന്താണെന്ന് അറിയില്ല. അസ്പാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കട്ടെ. അവിടെ എത്തിയിട്ട് കാണാം എന്തായി. ചിരിക്കാനും പറ്റുന്നില്ല, തമാശ പറയാനും കഴിയുന്നില്ല. ഞാൻ കാണണ്ട എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഇതേപോലത്തെ ഒരു മൊമെൻ്റ് ഇനി ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു കിട്ടുമോ? 10 ദിവസം ഇവിടെ 3 ദിവസമല്ലേ പറഞ്ഞു. ഇവിടെ എത്ര ദിവസമാണ്? ഞാൻ ഇത്ര ദിവസം എടുക്കുന്നു. അത് കട്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇതാക്കുന്നതല്ലേ. എന്നാ പിന്നെ ഇവിടെ 3 ദിവസമല്ലേ ഉള്ളൂ, ഇവിടെ കൊടുത്തിട്ട് പോവാ. 10 ദിവസമോ? ഇവിടെ കൊടുത്തിട്ട് പോവാ അല്ലേ? എന്നാ വാ, ഇവിടെ കൊടുത്തിട്ട് പോവാ. എന്നിട്ട് അവരെത്തിച്ചേരോളി, അല്ലെ നമ്മളെന്നെ വന്ന് വാങ്ങേണ്ടി വരില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോയാണ്. 3 ദിവസം എടുക്കും, വേറെ വയ്യൊന്നുമില്ല. 3 ദിവസം വെയിറ്റ് ചെയ്തേ പറ്റൂ. 3 ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ കാണിക്കണം. എവിടെ കുറച്ചങ്ങോട്ട് വന്നാൽ മതിയോ? വിളിച്ചു നോക്കിയാൽ മതിയോ? ഹൈടെക് ലാബല്ലേ? ഇവിടെ ആണെങ്കിൽ 3 ദിവസം. എന്നിട്ട് നമ്മൾ തന്നെ വന്ന് വാങ്ങണം. വാട്സപ്പ് ചെയ്യാം. താങ്കൾ വിളിക്കുന്നു. പിന്നെ ഇവിടെ തന്നെ എടുത്താലോ?
സ്റ്റേഷനിലും പോകണം. ഇതെല്ലാം കഴിഞ്ഞ് ഉറങ്ങി എണീച്ച് രാത്രി ലൈവ് ചെയ്യണം. അവർ ഓപ്പണാ ആ ഇവിടുന്ന് കുറേ ഉണ്ടോ? നടന്നാൽ മതിയോ? നടന്നാൽ നടക്കാം, എന്തായാലും നടക്കാം. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വരാം നമ്മൾ. ശരി. ആ അപ്പോൾ ഗൈസ് നമ്മൾ പോയി നോക്കട്ടെ, പോയി നോക്കിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ബൈ ഗൈസ്. അല്ല ബൈ അല്ല, ജംഗ്ഷൻ വരെ നടക്കണം. നടന്നിട്ട് അവിടെ എത്തിയിട്ട് സൗണ്ട് ഭയങ്കര, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ബൈ ഗൈസ്. അപ്പോൾ DDCയിൽ വന്നിട്ടുള്ള ഇതാ DDC. ഇത് കുറച്ചും കൂടി വലിയ സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ DDCയിൽ വന്നിട്ടുള്ള ഇവിടെ സ്പീഡാകുമെങ്കിൽ നമ്മൾ ഇവിടുന്ന് എടുക്കും, അല്ലെങ്കിൽ അടുത്ത സ്ഥലം. ചൂട്ടത്തിരുന്നിട്ട് AC ഇരുന്ന് സുഖമല്ല. അപ്പോൾ ഇവിടെ ഓക്കെ ആണെങ്കിൽ ഇവിടുന്ന് എടുക്കും. അവർ വരാമെന്നാണ് പറഞ്ഞത് സിസ്റ്റർ. അപ്പോൾ അവർ വന്നിട്ട് ബാക്കി പറയാം. യൂസ് ചെയ്തോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. പുറത്തോട്ട് പോകാൻ അതെ. ആ ആ ആന്റിബയോട്ടിക് ഉണ്ട്, ഹോർമോൺ ഉണ്ട്. നിക്കോട്ടിനല്ല, ഈ MDMA, ജോയിന്റ് അതെല്ലാം. നിക്കോട്ടിൻ എന്ന് പറയുമ്പോൾ സിഗരറ്റ് അല്ലേ? ആ എല്ലാം ഇരുന്നോട്ടെ. സിഗരറ്റ് ഉണ്ടാവും. നീ എങ്ങനെയല്ല ഇതിൽ പെട്ടത്? നീ എങ്ങനെ ആക്കിയെടുത്തു? മുനുവിൻ്റെ ഇത് നമുക്ക് കാണിച്ചു കൊടുക്കണം. മുനുവല്ല ആരാന്നുള്ളത്, മോനിൽ നല്ല ഇതാന്ന് തന്നെ. ആകെ എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായ വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനെ മോനുമായിട്ട് ആവുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ലടാ. മോൻ്റെ കൂടെ പോയി നിന്നല്ല ഈ പരിപാടിക്ക്. എന്ത് മോഡലിങ്ങിൻ്റെ? അതിനായിരിക്കും ചെയ്തിട്ടുണ്ടാ മോഡലിങ്ങിൻ്റെ അല്ലെങ്കിൽ പൈസയിൽ മുന്നും ഇതാവില്ല. ഈ പറഞ്ഞ ഫെയിമും മോഡലിങ്ങിൻ്റെ ഇതും തന്നെ ആയിരിക്കും. അല്ലാണ്ട് എന്താ, എല്ലാവരും ഒരു ഇതുപോലെ നോക്കുന്നു. എല്ലാവരും എന്തോ ഒരു ഇതുപോലെ നോക്കുന്നു. ഞങ്ങൾക്കൊന്നുമല്ലടാ, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും മനസ്സിലാകണം. അത് മാത്രമേ എനിക്കുള്ളൂ. നമുക്ക് വേറെ ലോകത്തെ ഒരാൾ ഞങ്ങൾക്കിതല്ല. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും മനസ്സിലാകണം. അവരൊറ്റ കാര്യമുള്ളൂ നമുക്ക്. അവർ അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾ ഈ പറഞ്ഞ പോലെ ഓളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ കണ്ണോടോളം നോക്കാൻ അത് ഞാൻ ഏട്ടെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ തോറ്റടാ. അത് പറ്റൂല. അയ്യോ അല്ല, ഞാൻ പറയട്ടെ, കുറച്ച് അർജൻറ്റാണ്. ഇന്ന് വൈകുന്നേരം കിട്ടുമെങ്കിൽ ഇപ്പോൾ കാര്യമുള്ളൂ. അവിടെ 5 ദിവസമല്ലേ പറയുന്നത്. 5 ദിവസം കൊണ്ട് 5 ദിവസം കഴിഞ്ഞിട്ടൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഇത്രയും റെയറാണ് ടെസ്റ്റ്. എല്ലായിടത്തും പോകുമ്പോൾ 10 ദിവസം 5 ദിവസം എന്നൊക്കെ പറയുന്നു. അതെയല്ലോ. ഇല്ലടാ, ഈ ഗൾഫിലെല്ലാം പോകാൻ പെട്ടില്ല. അതും അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്തിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും നോക്കാം, അറിയാം. അല്ല ഇത് അല്ല ഇത് എപ്പോൾ കിട്ടും? അല്ല ഇതിലിപ്പോ അത് ഓക്കെയാണ്. എന്തായാലും ഓക്കെ, നമുക്ക് കിട്ടിയാൽ മതി. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഡ്രഗ്സിൻ്റെത് ഇതിൽ കുറഞ്ഞ പൈസ എന്താ ഉണ്ടാ? ഇല്ലെങ്കിൽ ഇത് ഉള്ള എല്ലാം ഇല്ല, പൈസ പാക്കേജാ. അത് കുഴപ്പമില്ല. ഇത് ഇതേറ്റവും അഡ്വാൻസ് ലെവലായിരിക്കുമല്ലോ. അഡ്വാൻസ് വേണം, നോർമൽ എന്താ ആയിക്കോട്ടെ. ഇതിലൊന്നും ഇതാക്കാൻ കഴിയില്ല. പൈസ എല്ലാം ഒപ്പിക്കാം.
ആ ഈവനിങ്ങിൽ വേണം. ഒരു 6 മണി അല്ലേ? 6-7 മണിക്ക് ആ 7 മണിയൊന്നും കുഴപ്പമില്ല. എന്തായാലും 10 മണിയെല്ലാം ആവില്ലേ? 5 days എടുക്കും. എമർജൻസി ഇല്ല. സ്പെഷ്യൽ ടെസ്റ്റ് ആണ്. പിന്നെ നമുക്ക് ടൈം എന്തായാലും എടുക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് അല്ല അതിനകത്ത് വരുന്നത്, പല ഇതുണ്ട്. അതിന്റെ സബ് ടെസ്റ്റുകൾ ഇഷ്ടംപോലെ. അല്ല ഇത് മാത്രമായിട്ട് പെട്ടെന്ന് കിട്ടോ? ഈ ഇല്ല എവിടെ ചെന്നാലും 2 to 3 ബ്ലഡിലും ഉണ്ട് യൂറിനുള്ളതുണ്ട്. നമ്മളിപ്പോ ബ്ലഡിലാണ് എടുത്തത്. അപ്പൊ ശരി വാ. കിട്ടൂല. അവർ 3 ദിവസം പറഞ്ഞ പിന്നെ അതന്നെ നോക്കാൻ പോകും. ഗൈസ് 3 ദിവസം അപ്പുറത്ത് പറഞ്ഞത് ഇവിടുത്തെ DDC ഇവിടെ ഈ 5 ദിവസമല്ല ഇവർ പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ പോയിട്ട് എന്തായാലും എടുക്കാം. അപ്പോൾ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ബൈ. കുറേ നടക്കണം. ഏജ് 24. ആ ഗൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മൂത്രമൊഴിക്കുന്നത്. ഇത് ഒരാളും കൂടി ഉണ്ടേ. എന്നാ ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. ഇത് ഏതാ ബാത്റൂം? ഇതാണോ? പൊന്നു മോനെ, മൂത്രമൊഴിക്കുന്നവരുടെ അടുത്ത് ആക്കേണ്ട കാര്യമെന്നാണ് എൻ്റെ ഡൗട്ട്. ഇത് പറയാൻ പറ്റില്ല, അത്രയും ഇതാണ്. ഞാൻ എന്തായാലും മൂത്രമൊഴിച്ചിട്ട് വരാം ഗൈസ്. ബാത്റൂമിലാണ്. ഇത് ഒഴിച്ചിട്ട് കൊടുക്കട്ടെ, എന്നിട്ട് കാണാം. ബൈ. അപ്പോൾ ഗൈസ് സാധനം കിട്ടിയിട്ടുണ്ട്. ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കൊടുക്കട്ടെ. അപ്പോൾ കൊടുത്തിട്ട് അയ്യോ ഇത് ലോക്ക ഇതാരും ലോക്ക് ചെയ്തിന്. എന്താടാ കുണ്ട? ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആർക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് ചോദിക്കാം. ഇത് എവിടെയെന്ന് വടക്കേക്കോട്ടെ മറ്റേ സ്ഥലം ഇവിടെ വെക്കുന്നുണ്ടേ. ശരി, ഓക്കെ. അപ്പോൾ ആർക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ചോദിക്കാം. എന്താ വെച്ചാൽ ഇതാക്കാം. അപ്പോൾ ബൈ ഗൈസ്. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോലീസ് സ്റ്റേഷൻ എത്തിയിട്ട് കാണാം. എന്തെല്ലോ പോലെയാണ് ഉള്ളത്. എന്തെല്ലോ പോലെയുള്ളു. അപ്പം ബൈ ഗൈസ്. പോലീസ് സ്റ്റേഷൻ എത്തിയിട്ട് കാണാം. എനിക്ക് പോയിട്ടൊന്ന് ഉറങ്ങണം. ഉറങ്ങിയിട്ട് എത്രയോ സമയമായി, എത്രയോ ദിവസമായി ശരിക്കും പറഞ്ഞാൽ. ഈ പറഞ്ഞ അതിട്ട മുതൽ ഈ പറഞ്ഞ പോലെ ഇതാന്ന് മനസ്സിലാ ഗൈസ്. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഈ പറഞ്ഞ പോലെ പരാതി കൊടുക്കാം. ആ വോയിസ് ക്ലിയർ ആണെന്ന് അറിയില്ല, മൈക്ക് ജാസ്തി ബ്ലോഗ് എടുക്കാം. അപ്പോൾ ഇതാ ഈ പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സോ ഈ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു പരാതി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് അവർ ക്യാമറ കയറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ പരാതി കൊടുത്തിട്ട് അതിൻ്റെ റെസീറ്റ് ഞാൻ കാണിച്ചു തരാം. സാറേ, ഒരു പരാതി തരാനായിരുന്നു. ആ, വണ്ടി കളവ് പോയതാ. ആ ഓക്കെ ഗൈസ്. അപ്പോൾ കയറാൻ പോയിരുന്നു സ്റ്റേഷനിൽ. അപ്പോൾ ഗൈസ് നമുക്ക് ക്വാളിറ്റി മൈക്ക് ഉണ്ടില്ല, അപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ എന്തായാലും പരാതി കൊടുക്കാം. സ്റ്റേഷനിൽ ക്യാമറ ഒക്കെ അതെ. അപ്പം ബാക്കി കാണാം. സാർ, ഈ പരാതി കൊടുക്കുന്ന സ്ഥലം ഒരു വണ്ടീൻ്റെ ഒരു ഫോർച്യൂണർ ഉണ്ട്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു. ഓന് എൻ്റെ പേരിൽ ആക്കിയതാണ്. പക്ഷേ ഇപ്പം ഞാനും അവനുമായിട്ട് അത്ര ഇതിലല്ല. അപ്പോൾ ഓൻ എന്തെങ്കിലും അതിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലം എൻ്റെ ശരിക്കുള്ള സ്ഥലം കണ്ണൂരാ. വണ്ടി അവന്റെ പൈസക്ക് എടുത്ത വണ്ടിയാ. വണ്ടി കണ്ണൂര് തന്നെ കൊടുത്ത. പക്ഷെ ഇവിടെ വണ്ടി ഉള്ളത് ഇപ്പൊ കൊച്ചിയിലുള്ള. കൊച്ചിയിൽ വരാപ്പുഴയിൽ വണ്ടിയുണ്ട്. ഇവിടെ തരാൻ പറ്റില്ല.
അപ്പോൾ ഈ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റില്ല, വരാപ്പുഴയിൽ കൊടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ വരാപ്പുഴ പോയാൽ പേടിയാന്ന് കഴിച്ച്. വരാപ്പുഴ പോയാൽ നമുക്ക് ഓൺലൈൻ കൊടുക്കാൻ പറ്റുമോ? ആ ഓൺലൈൻ്റെ കാര്യം നോക്കാം. വരാപ്പുഴ പോയാൽ മിക്കവാറും എന്താ ചെയ്യാന്ന് പറയാൻ കഴിച്ചു. പേടിയാണ്, സത്യം പറഞ്ഞാൽ ഉമ്മാനെ പേടിയാണ്. അതുകൊണ്ട് നോക്കട്ടെ, ഓൺലൈനിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ടിന്യൂഷൻ ഒന്നും ഉണ്ടാവില്ല ഗൈസ്. ഇത് നോക്കട്ടെ, അല്ലെങ്കിൽ വരാപ്പുഴ പോയി നോക്കാം. വരാപ്പുഴ ഞങ്ങൾക്ക് പോകാൻ പേടിയാന്ന് ഗൈസ്. അപ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും തൃപ്പൂണിത്തറ. അപ്പോൾ ഓൺലൈൻ നോക്കാം. ഓൺലൈൻ നടന്നിട്ടില്ലെങ്കിൽ ഇതാക്കാം. അപ്പം ഇനി ഇത് എൻ്റെ കഴിച്ച് വ്ളോഗ് എൻ്റെ. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ കാണാം. അല്ല നാളെ അല്ല, അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ. ഇത് ഒരുമാതിരി വ്ളോഗായിപ്പോയി. ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ഒന്നൊരു വ്ളോഗ് ഇടണമെന്ന് പോലും ചിന്തിച്ചല്ല, പക്ഷേ ഇങ്ങനെ ആയിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ. എന്താ പറഞ്ഞത്? കൊടുത്തോ ഇല്ലെങ്കിൽ മെയിൽ ചെയ്ത് നോക്കുന്ന പറഞ്ഞാൽ എന്നാൽ വീട്ടിൽ പോയിട്ട് പി സി മെയിൽ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ പി സി പോയി നമുക്ക് മെയിൽ ചെയ്ത് നോക്കാം. സേഫ്റ്റി അല്ലട്ടാ. ഏത് ഒരിക്കലും സേഫ്റ്റി അല്ല. പരാതി കൊടുത്തോണ്ട് കാര്യമില്ല. പരാതി കൊടുത്തിട്ട് കാര്യമില്ല. പരാതി കൊടുത്തോണ്ട് കാരണം വെച്ചാൽ ആർ സി പേരിലായതുകൊണ്ട് ആർ സി മാറ്റുന്നതിലേ ഇതുള്ളൂ. ഇതിപ്പോ വേറെ നോക്കാം. അപ്പോൾ ബൈ ഗൈസ്. മിക്കവാറും ഈ കേസ് എൻ്റെ തലയിൽ ഇട്ടുതരും, എന്തെങ്കിലും കേസാക്കി ഇട്ടുതരും, ഉറപ്പാണ്. ആരാ ലാബിന്ന് വിളിച്ചില്ല. അപ്പോൾ 7 ദിവസത്തെ ഡിലേ ആണ് പറഞ്ഞത്. അപ്പോൾ അവർ മാക്സിമം ഒരു 5 ദിവസം ആക്കിയിട്ട് 3 പറഞ്ഞു. നേരത്തെ 3 ദിവസം എന്നല്ല പറഞ്ഞത്. എന്തോ സ്റ്റേറ്റ് ഇത് പ്രീ പ്ലാൻ അല്ലാത്തവർക്ക് 5 ബാക്കി കിട്ടുമ്പോൾ കാണിച്ചു കൊടുക്കാം. 7 സംതിങ് ആവുന്നു. 12 പാനലിൻ്റെത് 1000 റുപ്യ ഒരാൾക്കോ. ഓക്കെ. അല്ല കുറഞ്ഞതില്ല, ആകെ ഈ ജോയിന്റ് MDMA ഇല്ലാന്ന് മനസ്സിലായാൽ മതി. അതും ചോദിച്ചു. ഈ ജോയിന്റ് MDMAന്റെയും രണ്ടും കൂടിയിട്ട് കുറഞ്ഞതില്ല. പാനലോ 12 പാനൽ. എന്നാ ചെയ്യ്, പൈസ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ. ഓക്കെ ഗൈസ്, ബൈ ബൈ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ജോയിന്റ് MDMA രണ്ടാണോ? രണ്ടും രണ്ടാണ്. ചേച്ചി ഒരു ഉപ്പ് സോഡ ആയിരുന്നോ? ലൈമുണ്ടോ? ഓക്കെ ഗൈസ്, ഞാൻ നീട്ടുന്നില്ല. ഞാൻ ഇതൊരു 10,000 പ്രാവശ്യമായി ഓക്കെ ഗൈസ് ബൈ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ കാണാം നമുക്ക്. അടുത്ത ഇതിൽ കാണാം. അടുത്ത വ്ളോഗാ ഇതിൽ എന്താന്ന് വെച്ചാൽ കാണാം. ബൈ ഗൈസ്.